എന്താ ഇവിടെ നിന്നിട്ട് അയവർക്കിക്കൊണ്ട് ഇതും കണ്ടോണ്ട്? അല്ലെ, കൊറേ നാള് നമ്മളിവിടെ തേരാപ്പാര അരഞ്ഞതല്ലേ. നമ്മളിതാ വീണ്ടും എക്സ്പോ സിറ്റിയിലാണ്, ദുബായ് എക്സ്പോ സിറ്റിയിലേക്ക് വന്നിട്ടുള്ളത് അല്ലേ. നമ്മളെ പണ്ടത്തെ തട്ടകായിരുന്നു അല്ലേ. അപ്പൊ വീണ്ടും വന്നിട്ടുള്ളത് നമ്മളിവിടെ വന്നതെന്ന് വെച്ചാൽ COP28 അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്താണ് COP28 എന്നുള്ളത് അറിയാനായിട്ട് വീഡിയോ ഫുള്ള് കാണണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക. നമ്മളെ പണ്ടത്തെ അലിഫ് പവലിയൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ, മൊബിലിറ്റിയിലെ. ഇപ്പോഴും ഇതിനകത്തൊക്കെ കയറി വിസിറ്റ് ചെയ്യാം. ആണോ? ഓരോന്ന് ബുക്ക് ചെയ്തിട്ട് പുതിയൊരു ഇതൊക്കെ വന്നിട്ടുണ്ടല്ലോ. COP28 എന്നുള്ളത് യുണൈറ്റഡ് നേഷൻസിന്റെ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് ആണ്. ഇത് UAE എക്സ്പോ സിറ്റിയിലാണ് നടക്കുന്നത്. കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. ആദ്യത്തെ ക്ലൈമറ്റ് കോൺഫറൻസ് 95-ലാണ് നടന്നത്, ബെർലിനിൽ വെച്ചിട്ട് COP1 നടന്നത്. COP28 എന്ന് പറയുന്നത് ഇതിന്റെ 28ാമത്തെ അധ്യായമാണ് UAE വെച്ച് നടക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് നമ്മുടെ ഭൂമിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് COP28 എന്ന് പറഞ്ഞൊരു കോൺഫറൻസ് നടത്തുന്നത്. ഇത് കാലാവസ്ഥ ഉച്ചകോടിയാണ്. ലോക നേതാക്കളും പ്രമുഖ വ്യക്തികളൊക്കെ വന്നിട്ട് ഇവിടെ കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്തിട്ട് അവര് കാലാവസ്ഥയെ പറ്റി പഠിക്കാനും കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ഭൂമിക്കുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാനും അതിനുള്ള പരിഹാരം കാണാനുമായി വേണ്ടിയിട്ടാണ് ഈ കോൺഫറൻസ് എല്ലാ കൊല്ലവും നടത്തുന്നത്. നമുക്ക് എന്തായാലും അലിഫ് പവലിൽ തന്നെ തുടങ്ങാം അല്ലേ. ഈ കുതിരയൊക്കെ പണ്ടുണ്ടായിരുന്ന സെയിം ആയിരുന്നു. ഓർമ്മകളായി ഇവർക്കാണ്. ഇനി ഈ പ്ലാറ്റ്ഫോം പതുക്കെ മുകളിലോട്ട് പോകും, എന്നിട്ട് മുകളിൽ പോയിട്ട് കുറെ എന്തെല്ലാം കണ്ടിട്ട് തിരിച്ചു വരും. ഇവര് വല്ലതും മാറ്റിയാൽ മതിയായിരുന്നു, ഇല്ലെങ്കിൽ ഇപ്പൊ ഇതെല്ലാം ഇവിടെ പറയും. Please come in and stand over here, or you can sit if you want. പണ്ടത്തെ തന്നെ സെയിം തന്നെ. സെയിം തന്നെ. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എക്സ്പോ സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കാണാം അല്ലേ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പണ്ടത്തെ ഓർമ്മകൾ ഇങ്ങനെ വരുന്നല്ലേ. അന്ന് കൊറേ നേരം ക്യൂ നിന്നിട്ട് കയറണമായിരുന്നു, ഇപ്പൊ ഫ്രീ ആയിട്ട് ക്യൂ നിക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് കയറാം. ആൾക്കാരെ തിരക്ക് കുറവാണോ? And the last one is Ahmed bin Majid. അപ്പോൾ അലിഫ് പവലിൽ നിന്ന് നേരെ ഇതാ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ലെഗസി ഫ്രം ദ ലാൻഡ് ഓഫ് സയ്യദ് എന്ന് പറഞ്ഞിട്ട് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഒരു പവലിയൻ പുതിയതായിട്ടുണ്ട്. നമ്മൾ എക്സ്പോയിൽ ഉണ്ടായ പവലിയനല്ല കേട്ടോ, ഇത് പുതിയ പവലിയനാണ്. അങ്ങോട്ടൊന്ന് കയറി നോക്കട്ടെ. ഇവിടെ കയറി കഴിഞ്ഞാൽ നമ്മളിവിടെ വിസിറ്റർ രജിസ്ട്രേഷൻ അല്ലേ, വിസിറ്റർ രജിസ്ട്രേഷൻ ചെയ്തിട്ട് ബാഗൊക്കെ വാങ്ങിയിട്ടുണ്ട്. Legacy from the land of Zayd. ഇൻവൈറ്റേഴ്സിൻ്റെ പഴയ ലെറ്റർ ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതിന് പറയുക ഓക്കെ. ഈ ലെറ്റർ നമുക്ക് അയക്കാൻ പറ്റും അല്ലേ? നാട്ടിലേക്ക് അയക്കാൻ പറ്റുമോ? പറ്റുമായിരിക്കും. എല്ലാം ഓരോന്ന് എടുക്കാം അല്ലേ. ഈ പോസ്റ്റ് കാർഡ് കളക്ട് ചെയ്തിട്ട് ഇതിന്റെ പുറകിൽ 2 സ്റ്റാമ്പ് വാങ്ങിച്ചിട്ട് അവിടെ കൊണ്ട് ചെന്നാൽ വലിയൊരു കുറെ സ്റ്റാമ്പ് ഉള്ള പേപ്പർ വരും. എവിടെന്നാ സ്റ്റാമ്പ് വാങ്ങേണ്ടത്? ഇപ്പോഴും ടാസ്ക് ഉണ്ടല്ലോ അല്ലേ, കൊള്ളാല. അപ്പോൾ ഇതിന്റെ സമ്മാനം അടിച്ചു മാറ്റില്ലോ, എന്താണ് സംഭവം? ഗാഫ് സീഡ്സ് ഉണ്ട്. ഗാഫ് സീഡ്സിനെ കൊണ്ടുള്ള പെന്നോ പെൻസില്? ഓക്കെ ഓക്കെ, എന്തോ ഒരു റൈറ്റ് ആൻസർ ഒക്കെ പറഞ്ഞു കിട്ടിയതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് സ്റ്റാമ്പ് വാങ്ങിക്കാം. സ്റ്റാമ്പ് വാങ്ങിച്ചോളൂ. താങ്ക് യു. താങ്ക് യു. കിടച്ചു. 2 സ്റ്റാമ്പ് കിട്ടിയോ? ഇനി ഇതും കൊണ്ട് അവിടെ ചെല്ലണം. ഓക്കെ. ഒരു ഹൽവ കിട്ടിയിട്ടുണ്ട് ഇവിടെ. കഴിച്ചു നോക്കാം അല്ലേ. കണ്ടിട്ട് നമ്മള് മുട്ടായി പോലെ ഉണ്ട്. ഇവിടെ കയറിയില്ലേ നഷ്ടമായനല്ലേ. ഡേറ്റ്സ് ഹൽവ ഉണ്ടോ? ഡേറ്റ്സ് ഹൽവ. ഓക്കെ. കൊള്ളാല്ലേ. കോഴിക്കോട് മാത്രമല്ല UAE ഹൽവ ഉണ്ടല്ലേ. സീല് വാങ്ങിച്ചു കഴിഞ്ഞാൽ സീല് വെച്ചതും അതിന്റെ കൂടെ വേറെ സ്റ്റിക്കറും കൂടെ കിട്ടും. കാഫ് ട്രീ, അൽ ഫലാജ്, പാം ട്രീ, ഇതൊക്കെ ഒട്ടിക്കാം. അതാ ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന സ്റ്റിക്കേഴ്സാണ്. ആക്ച്വലി 1 2 3 4 5 6 8 സ്റ്റാമ്പ് കൂടെ വാങ്ങാൻ പറ്റും. നെക്സ്റ്റ് അതിൻ്റെ അടുത്ത് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പവലിയൻ കാണുന്നുണ്ട്. ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ 1 അവിടെ നിന്ന് കയറി നോക്കാം.
ഇത് നമ്മളെ ടെക്നോളജി കോൺഫറൻസ് എക്സലാത്ത് ഉണ്ട്, മൈക്രോസോഫ്റ്റ് ഉണ്ട്, അവിടെ IBM ഉണ്ട്, അതിൻ്റെയൊക്കെ കുറേ പവലിയൻസ് ഉണ്ട്. ഇതൊക്കെയാണ് പാർട്ടിസിപ്പേറ്റിംഗ് സ്റ്റോൾ. ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ ഇതിൻ്റെ പവലിൻ്റെ അടുത്താണല്ലേ. അടുത്ത് നെക്സ്റ്റ് സ്കൈ ഫുഡ് പാർക്കാണ് കേട്ടോ അത്. ഇത് നമ്മളെ ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ബെൽജിയത്തിൻ്റെയോ ഏതിൻ്റെ ആയിരുന്നു? ബെൽജിയം അല്ലേ? നമുക്ക് അവിടെ നിന്ന് ബിസ്ക്കറ്റ് ഒക്കെ കിട്ടിയില്ല, ലോട്ടസ് ബിസ്ക്കറ്റ്. ലോട്ടസ് ബിസ്ക്കറ്റ് കിട്ടിയ സ്ഥലം അല്ലേ? ഫുള്ളി ഇലക്ട്രിക് റെട്രോ കാറാണ് കേട്ടോ. ചാർജ് എന്ന് പറഞ്ഞൊരു UK ബേസ്ഡ് കമ്പനിയുടെ പുതിയ പ്രോട്ടോടൈപ്പ് കാറാണ്. പണ്ടത്തെ 1960s ഫാസ്റ്റ് ബാക്ക് കാറിൻ്റെ സെയിം ഷേപ്പിൽ ഇലക്ട്രിക് കാറ്. അടിപൊളിയാണ് കേട്ടോ. ഹായ്, ഫ്ലൈയിങ് കാറുണ്ട് കേട്ടോ ഇവിടെ, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സിംഗിൾ കാർ, ഒരാൾക്ക് ഇരിക്കാൻ പറ്റുന്ന കേട്ടോ. വലിയ 2 റോഡർ ആണല്ലേ, ഹെലികോപ്റ്റർ പോലത്തെ സംഭവം. വാവ്, ഓട്ടോമാറ്റഡ് ഫ്ലൈയിങ് ടാക്സിയാണ്. അതിൻ്റെ ഉള്ളിലായി ഇനി പറന്നു പോക്കോ. ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ 2 എന്ന് പറഞ്ഞ പവലിനുള്ളിലാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം. മുഴുവൻ വണ്ടികളാണ്. വാവ്, F1 കാർ പോലത്തെ കാറാണ്. F1 കാറല്ല, ഫോമുല E ആണ് കേട്ടോ. ഫോമുല 1 അല്ല, ഫോമുല E കാറാണ്. സോളാർ പവേർഡ് യാക്ട്. ഇതൊക്കെ ഇവിടെ നല്ലോണം ചിലവാകും അല്ലേ? Plugged into electricity. Okay. So you're going to stand either side like this. Here. Yeah, Okay. exactly. And you are basically going to push the machine. It's Okay. similar to what they're doing on the yacht. So you're going to first start out very slow Okay. because you need to switch on the machine. You're providing electricity by going like this. Okay. So you can go for it. Mhm. Go. It's warming up. So you need to carry on going, otherwise it's going to stop. Then what you're going to do is we're going to do 1 minute Okay. to simulate what they would feel and do on the catamarans in the race this weekend. Okay. You're going to feel it on your shoulders pretty soon. Yeah. Yeah. You're Okay, still so okay? we'll- We can ramp it Yeah. up. Oh, you are. Hopefully. Okay, so when you get to about 20 seconds, I'll increase it by 2, okay? Okay. Because a minute's going to feel like a long time very soon. Hey, you want to try after? Awesome. So slow and steady, how you're doing it is the best way. Okay. കൈ കഴിക്കുന്ന Just give some Relax. space, careful of your face. And then for your last 15 seconds, I'll increase it again so you can feel it. Okay. So you did 100, almost 150 meters already. That's Uh-huh. really good. Okay. Use it to Yeah. control Now the I'm sail. feeling it. Yeah, they practice on 30 to 50 for 20 minutes at a time. Can you Okay. imagine? Well done. Done. Well done. Thank you. All good. Thank you. Thanks, eh? Good Not job. bad. Thank you. Well done. You want to try? Okay, go try. എന്തായിരുന്നു സ്വിമ്മേഴ്സിൻ്റെ ഇതാണ് എത്ര ഇതെടുക്കുന്നതല്ലേ. ലാസ്റ്റ് ആകുമ്പോൾ നല്ല ടൈറ്റാ. കൈ പോയാ? ഇല്ല കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അബുദാബി പോലീസിന്റെ ഒരു സ്റ്റോൾ ഉണ്ട് അവിടെ. സ്മാർട്ട് പോലീസ് ക്യാപ്പ്. ഇത് വരെ സ്മാർട്ടാണ്. വയലേഷൻസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന പറയുന്നത് അല്ലേ? ഈ ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പവലിയൻ എന്ന് പറയുന്നത് രണ്ടും ഒരു ജൈറ്റക്സിൻ്റെ ഒരു മിനി ജൈറ്റക്സ് ആണല്ലേ. അങ്ങനെയാണ് അതിൻ്റെ പവലിയൻസ് ഉള്ളത്. ആ കാണുന്നതാണ് ബ്ലൂ സോൺ. അവിടെയാണ് ആക്ച്വലി കോൺഫറൻസ് നടക്കുന്നത്, യുണൈറ്റഡ് നേഷൻസിൻ്റെ കോൺഫറൻസ് നടക്കുന്നത്. നമ്മളുള്ളത് ഗ്രീൻ സോണിലാണ് പബ്ലിക്കിന് ആക്സസ് ഉള്ളത്. അവിടെ ഡെലിഗേറ്റ്സിന് മാത്രമാണ് ആക്സസ് ഉള്ളത്. ഭൂമിയുടെ താപനില കൂടിക്കൊണ്ടിരിക്കുകയാണ്. 1950 സമയത്ത് നിന്ന് ഇപ്പോഴത്തെ താപനില എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രി കൂടിയിട്ടുണ്ട്. ഈ 1 ഡിഗ്രി കൂടുതൽ എന്ന് പറയുന്നത് നമുക്ക് കേൾക്കുന്ന സമയത്ത് വലിയ സംഭവമായിട്ട് തോന്നുന്നു. 1 ഡിഗ്രി നമ്മൾ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്ത് 35 ഡിഗ്രി 36 ഡിഗ്രി ആയി എന്ന് പറയുന്നത് പോലെ ചെറിയൊരു മാറ്റാമെന്ന് വിചാരിക്കും. പക്ഷേ ആ ഭൂമിയുടെ മൊത്തത്തിൻ്റെ താപനില, ഇതിൻ്റെ താപനിലയിലെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത്
നമ്മുടെ ഭൂമിയുടെ സന്തുലിതാവസ്ഥയാണ് നഷ്ടപ്പെടുന്നത്. ഇനി ഒരു 1.5 ഡിഗ്രിയും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഭൂമി തന്നെ ഇല്ലാതാവുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയാനും അതിനെപ്പറ്റി റിസർച്ച് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺഫറൻസ് നടത്തുന്നത്. ഇവിടെ ഇഷ്ടപ്പെട്ട ഏരിയ ആണെന്നോന്നല്ലേ പ്രസാദേട്ടാ? മുഴുവൻ കാറും. അതെ, ഫുൾ ഇലക്ട്രിക് കാറുകളുടെ സ്ഥലമാണ് കേട്ടോ. വിൻഫാസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇലക്ട്രിക് കാറിൻ്റെ കമ്പനിയാണ്, ഞാൻ മുന്നേ കേട്ടിരുന്നു. അപ്പം അതിൻ്റെ പ്രോട്ടോടൈപ്പാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. വലിയ SUV ആണല്ലോ, നല്ല വലുപ്പമുണ്ടല്ലോ കാണാൻ. അവരുടെ കമ്പനി പോകുന്നില്ലേ വാട്ടർ ഫീച്ചർ, റിയൽ വാട്ടർ ഫീച്ചർ ഇറങ്ങാല്ലേ? പക്ഷെ ഇപ്പൊ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ, അതിന്റെ ഷോ ഇല്ലാന്ന് തോന്നുന്നു. ഷോ വൈകുന്നേരമാണെന്ന് തോന്നുന്നു. വൈകുന്നേരം ആയിരിക്കും അല്ലേ? നടുക്ക് മറ്റേ ഫയറും വരും, വാട്ടർ ഫയർ ലൈറ്റ് ഷോ. ഓക്കെ, ഈ വാട്ടർ ഫീച്ചറിന്റെ അടുത്താണ് ഇത്. സ്റ്റാർട്ടപ്പ് വില്ലേജ് ആണ്. ഇതിന് ചുറ്റുമുള്ള സംഭവങ്ങളൊക്കെ സ്റ്റാർട്ടപ്പ് വില്ലേജ് ആണ്. നമ്മൾ നടന്നിതാ അൽവാസൽ ഡോമിന്റെ അടുത്ത് എത്തി അല്ലേ. വീണ്ടും അയവറക്കുകയാണ്. റോബോട്ടിലവിടെ ഇതില്ലേ, റോബോട്ടില് ഇതും അതും അല്ലേ. ഇവിടെ ഇപ്പോഴും ലൈറ്റ് ഷോ ഒക്കെ നടക്കുന്നുണ്ട്. രാത്രി വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഷോ ഒക്കെ കാണാൻ പറ്റും. കൂടാതെ ഇപ്പം വിന്റർ ആയതുകൊണ്ട് വിന്റർ വണ്ടർലാൻഡ് ഒക്കെ ഉണ്ട്. സസ്റ്റൈനബിലിറ്റി ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇതാ എനർജി ട്രാൻസിഷൻ പവലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പോവാണ്. ഇവിടെ നമുക്ക് ഒരാളെ കാണാനുണ്ട് അല്ലേ. ഇൻസ്റ്റാഗ്രാം ത്രൂ മാത്രം കോൺടാക്ട് ഉള്ള ഒരാളാണ്. നേരിട്ട് ആദ്യമായിട്ട് കാണാൻ പോവാണ്. അതെ അതെ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വ്യക്തി കേട്ടോ. ഇതാണ് മനുച്ചേട്ടൻ. മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം ത്രൂ മാത്രം പരിചയപ്പെട്ട ഒരാളാണ് അല്ലേ. ഇൻസ്റ്റാഗ്രാം ത്രൂ ചാറ്റിങ് ചെയ്ത് നമ്മൾ അങ്ങോട്ട് ലൈക്ക് ചെയ്യുന്നു ഇങ്ങോട്ട് ലൈക്ക് ചെയ്യുന്നു, അങ്ങനെ മാത്രം പരിചയപ്പെട്ടായിരുന്നു. ഇവിടുന്ന് കാണാൻ പറ്റി. ആക്ച്വലി നമ്മൾ ഈ COP28 വരാൻ കാരണം തന്നെ മനുച്ചേട്ടനാണ്. മനുച്ചേട്ടനാണ് പറഞ്ഞത് നിങ്ങൾ വന്നോ, ഇവിടെ ഫ്രീ ആക്സസ് ഉണ്ട്. നമ്മൾ അറിയില്ല, നമ്മൾ വരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പറഞ്ഞപ്പോഴാണ് വന്നത്. ആക്ച്വലി അങ്ങനെ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് വന്നതെന്ന് പറയാണെങ്കിൽ. ഞാൻ പറഞ്ഞ നമ്മുടെ എക്സ്പോർട്ട് ടൈം തൊട്ട് നിങ്ങൾ എങ്ങനെ ഫോളോ ചെയ്യുന്നത് കാണുന്നല്ലേ. അപ്പൊ തമ്മിൽ കാണില്ല, പക്ഷെ കോമൺ ആയിട്ട് പല സ്ഥലത്തും നമ്മൾ ഉണ്ടാവും. അത് കാര്യം പിറ്റേന്നാ കാണണം സ്റ്റോറി കണ്ടിട്ട്. ഇവിടെ ഞാനും ഉണ്ടായിരുന്നു കണ്ടില്ല. അപ്പൊ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പറയും ഞാനും ഉണ്ടായിരുന്നു കണ്ടില്ലല്ലോ എന്നൊക്കെ പറയും. പക്ഷെ ഇത്തവണ ഞാനിപ്പോ എക്സ്പോ വന്നപ്പോ നിങ്ങളുടെ മെയിൻ സ്റ്റോറികൾ നമ്മൾ എക്സ്പോയിലാണല്ലോ കണ്ടിട്ടുള്ളത്. അപ്പൊ എക്സ്പോയിൽ വന്നപ്പോ നിങ്ങളുടെ കാര്യം ഓർത്ത് അങ്ങനെ ഞാൻ മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഒരു ആക്സസ് ഉണ്ട്, കയറാൻ പറ്റും, നല്ലതാണെന്ന് പറഞ്ഞു. അപ്പൊ വന്നു, ഇങ്ങനെ കണ്ടു. പറഞ്ഞു വന്നപ്പോഴത്തേക്ക് നമ്മള് അമൃതയായിട്ട് വളരെ അതെ അതെ നമ്മള് വളരെ അടുത്ത നാട്ടുകാരുമാണ്. ഇപ്പോഴേ അറിയുന്നതേ ഉള്ളൂ. കണ്ടതിൽ വളരെ സന്തോഷം കേട്ടോ. നമ്മൾ കുറെ നേരം സംസാരിച്ച് ഏകദേശം 1 മണിക്കൂറിന്റെ അടുത്ത് സംസാരിച്ചത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംസാരിച്ചോണ്ടിരുന്നോണ്ട് വീഡിയോ എടുക്കലാണ്. അപ്പൊ എന്തായാലും നമ്മള് പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ നമ്മൾ പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാൻ നിങ്ങൾക്ക് കയറി നോക്കാം. പിന്നെ മൂപ്പര് നല്ല ഒരു എഡിറ്ററാണ്, ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രീലാൻസ് ആയിട്ട് നമുക്ക് ഇവിടെ മൂവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. ആക്ച്വലി വലിയ പുള്ളിയാണ്, അതിന്റെ അഹങ്കാരം കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത്യാവശ്യം ഉണ്ട്. മനുച്ചേട്ടനെ കണ്ടിട്ട് നമ്മളിത് എനർജി ട്രാൻസിഷൻ ഹബ്ബ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി നേരെ ഇതാ ദുബായ് പോലീസിന്റെ കാറുകൾ അവിടെ വെച്ചിട്ടുള്ളത്. ഇതും ഫുള്ളി ഇലക്ട്രിക് കാറാണല്ലേ. ഫുള്ളി ഇലക്ട്രിക് കാറാണ് വെച്ചിട്ടുള്ളത്. അത് ഏതാ സാധനം എന്നറിയോ? ഹമ്മർ ഇലക്ട്രിക്. ഹമ്മറിന്റെ ഇലക്ട്രിക് കാറാണ്, ഇലക്ട്രിക് ട്രക്ക്. സ്മാർട്ട് കാറ് മാത്രമല്ല, സ്മാർട്ട് ബോട്ടും. സ്മാർട്ട് ബോട്ട്, സ്പീഡ് ബോട്ട് അല്ലേ. ഇത് അതിൻ്റെ അടുത്തുണ്ട് ക്ലൈമറ്റ് ഫൈനാൻസ് എന്ന് പറഞ്ഞ പവലിയൻ ഉണ്ട്. അതാണ് നമുക്ക് അടുത്ത് കയറാനുള്ളത് അല്ലേ. ഫൈനാൻസിൻ്റെ പവലിയൻ നമ്മളിതാ എക്സ്ട്രീം ഹാങ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഹാങ് ഔട്ട് പ്ലേസിൽ എത്തിയിട്ടുണ്ടല്ലേ. നമ്മളൊന്ന് പണ്ട് കടന്ന സ്ഥലമാണ്, അവിടെ കാണില്ലേ, അതുപോലെ കടന്നിട്ടില്ലേ. അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓൾമോസ്റ്റ് വൈകുന്നേരമായി. അതാണ് എക്സ്പോസിറ്റി ഫാം കാണുന്നു. നമുക്ക് അങ്ങോട്ട് പോയാലോ? അങ്ങോട്ട് പോവാം. തക്കാളി തക്കാളി ഇവിടെ കൃഷി തുടങ്ങി അല്ലേ. എംബ്രേസ് ബയോ ഫാം. ഓക്കെ, തക്കാളി ആയി തുടങ്ങി അല്ലേ. മല്ലി നോക്ക്, മല്ലി ഫാം. ഇവിടെയൊക്കെ ഇതാ മല്ലിയിലയും അതുപോലെ തക്കാളിയൊക്കെ ഇവിടെ നട്ടിട്ടുണ്ട്.
അവിടെ ഇതുണ്ടല്ലോ, ക്യാബേജോ? ക്യാബേജൊക്കെ ഉണ്ടല്ലോ. എപ്പോഴാണ് വിളവെടുപ്പ്? ഇവിടെ ഇത് ടി കളിക്കാടെ ആണ്. എക്സ്ട്രീം ഹാങ് ഔട്ടാണ്. ഗ്രീൻ ആൻഡ് ഗുഡ് ഫോർ കെയിൽ, സ്വിസ്ചാർഡ്, മൊളോക്കിയ, ഡിൽ, ഈ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. മാത്രല്ല കേട്ടോ, ഇവിടെ എല്ലാം നട്ടു വളർത്തിയിട്ടുണ്ട്. അത് കോണല്ലേ? കോണ്. ഓഹോ, കൊള്ളാല. വലിയ രീതിയിലെ ഫാമാണ് കേട്ടോ. ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നട്ടു വളർത്തിയിട്ടുണ്ട്. മരുഭൂമിയിലാണ് ഇതൊക്കെ അവര് നട്ടു വളർത്തുന്നത്. വെണ്ടയ്ക്കല്ലേ ഇത്? അത് സൂര്യകാന്തി പൂ. ആ, സൂര്യകാന്തി. അപ്പോൾ ഫാമൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടക്കണം കേട്ടോ. ഇവിടെ നമ്മൾ അതാ ഇവിടെ എത്തി. സൗദി പവലിയൻ്റെ സൗദി പവലിയൻ. അതായിരുന്നു സൗദി പവലിയൻ ഉണ്ടായത്. ഇപ്പോഴും ആ പവലിയൻ അവിടെ ഉണ്ട് കേട്ടോ. അടിപൊളി ദിവസമായിരുന്നു ഇന്നല്ലേ. COP28 എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം കുറച്ച് പേർക്കെങ്കിലും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഇത് ഇയർലി നടക്കുന്ന ഒരു സംഭവമാണ്. ഇപ്രാവശ്യം ദുബായിലായതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് വന്ന് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഞങ്ങൾക്ക് ഒരു നല്ലൊരു ഐഡിയ കിട്ടി. അതുപോലെ നിങ്ങൾക്കും കിട്ടിക്കാണും. ഇതുപോലെ COP28 നിങ്ങൾ എങ്ങനെ കോപ്പ് എന്നുള്ള രീതിയിൽ കേട്ട് കഴിഞ്ഞാൽ എന്താണ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും ഒരിക്കലും മറക്കരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസും പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.